السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയ സഹോദരന്മാരെ, ഇന്ന് സക്കാത്തിനെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ ക്ലാസ്സാണ് ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലെ മൂന്നാമത്തെ ഘടകമാണ് സക്കാത്ത് എന്ന് പറയുന്നത്. സക്കാത്തിൻ്റെ കാര്യം നാം വളരെ ഗൗരവമായി കണക്കിലെടുക്കണം. വിശുദ്ധ ഖുർആനിൽ വിജയിച്ച മുഅ്മിനീങ്ങളുടെ അടയാളം പറയുന്നത് വല്ലദീനഹും ലിസ്സക്കാത്തി ഫായിലൂൻ, അവർ സക്കാത്തിനെ കൃത്യമായി നിർവഹിക്കുന്നവരാണ് എന്നാണ്. സക്കാത്ത് നൽകിയില്ല എങ്കിൽ അതിൻ്റെ ശിക്ഷ വളരെ കഠിനമാണെന്ന് വിശുദ്ധ ഖുർആൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വല്ലദീന യക്നിസൂന ദഹബ വൽ ഫിദ്ദ വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹി ഫബശ്ശിർഹും ബിഅദാബിൻ അലീം. സ്വർണവും വെള്ളിയും നിക്ഷേപമാക്കി വെക്കുന്നവർ, അല്ലെങ്കിൽ അതിനോട് സമാനമായ പൈസ സൂക്ഷിക്കുന്നവർ, അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർ ചെലവഴിക്കുന്നില്ല എങ്കിൽ അവർക്ക് കഠിനമായ ശിക്ഷയുണ്ട് എന്ന് മുന്നറിയിപ്പ് നൽകണം നബിയെ. എന്നിട്ട് ആ ശിക്ഷയുടെ രൂപം അള്ളാഹു തആല വിശദീകരിക്കുന്നു. യൗമ യുഹ്മ അലൈഹാ ഫീ നാരി ജഹന്നം, ആ സ്വർണവും വെള്ളിയും നരകത്തിലിട്ട് പഴിപ്പിക്കപ്പെടും. തുക്വാബിഹാ ജിബാഹുഹും വജുനൂബുഹും, അതുകൊണ്ട് അവരുടെ നെറ്റിത്തടങ്ങളെയും അവരുടെ പാർശ്വങ്ങളെയും അവരുടെ മുതുകുകളെയും ചൂടുവെക്കപ്പെടും. എന്നിട്ട് അവരോട് പറയപ്പെടും, ഹാദാ മാ കനസ്തും ലി അൻഫുസികും, ഇതാണ് നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി നിങ്ങൾ സ്വരൂപിച്ചു വെച്ച സമ്പാദ്യം. അദൂഖൂ മാ കുൻതും തക്നിസൂൻ, നിങ്ങൾ നിക്ഷേപമാക്കി സൂക്ഷിച്ച സമ്പത്തിൻ്റെ ശിക്ഷ നിങ്ങൾ തന്നെ അനുഭവിക്കുക എന്ന് അവരോട് പറയപ്പെടുമെന്ന് വിശുദ്ധ ഖുർആനിൽ നോക്കിയാൽ കാണാം. അതുകൊണ്ട് സക്കാത്ത് കൃത്യമായും വ്യക്തമായും അതിൻ്റെ വിഹിതമനുസരിച്ച് അവകാശികൾക്ക് നൽകുമ്പോഴാണ് നമ്മുടെ ബാധ്യത തീരുക. ചില ആളുകൾ നിസ്കാരവും നോമ്പും ഹജ്ജും അതിലൊക്കെ നല്ല കണിശത പുലർത്തും. പക്ഷേ സക്കാത്തിൻ്റെ കാര്യം വരുമ്പോൾ സമ്പത്തിൽ നിന്ന് മാറ്റിവെക്കേണ്ട കാര്യമായതുകൊണ്ട്, അല്ലെങ്കിൽ സമ്പത്തിൽ നിന്ന് കുറച്ച് കുറവ് വരുമെന്ന് മനസ്സിലാക്കിയിട്ട് അമാന്തം കാണിക്കാറുണ്ട്. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. ശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, സൈതവഖൂന ബിമാ ബഖിലു യൗമൽ ഖിയാമ, അവർ ബഖീൽ തരം കാണിക്കുന്ന ആ സമ്പാദ്യം അത് അവരുടെ കഴുത്തിൽ പരലോകത്ത് വെച്ചുകൊണ്ട് കെട്ടപ്പെടും എന്ന് വിശുദ്ധ ഖുർആനിൽ നോക്കിയാൽ നമുക്ക് കാണാം. അതിൻ്റെ വിശദീകരണത്തിൽ ഹദീസിൽ പറയുന്നുണ്ട്, ഈ സമ്പത്തെല്ലാം കൂടി ഒരു സർപ്പമായി വന്നുകൊണ്ട് അവൻ്റെ കഴുത്തിൽ ചുറ്റുകയും അവൻ്റെ ശരീരത്തിൽ ആഞ്ഞു കൊത്തുകയും ചെയ്യും. അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് സക്കാത്തിൻ്റെ കാര്യം നാം നല്ലപോലെ മനസ്സിലാക്കിയിരിക്കണം. സക്കാത്ത് പല ഇനത്തിലും നിർബന്ധമാകുമെങ്കിലും അതെല്ലാം ഇപ്പോൾ ഇവിടെ വിശദീകരിക്കുന്നില്ല. മറിച്ച് നാം എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്വർണം, വെള്ളി, കറൻസി കച്ചവടം മുതൽ അതിൻ്റെ ഒരു വിവരണമാണ് ഞാനിപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമ്മിൽ പലർക്കും നിർബന്ധമാകുന്ന പിതൃസക്കാത്തിനെ കുറിച്ചും അല്പകാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമതായി സ്വർണത്തിൽ സക്കാത്ത് നിർബന്ധമാകുന്നത് ഒരാളെ കൈവശം 85 ഗ്രാം സ്വർണം ഉണ്ടാവുകയും അത് ഒരു വർഷം അവൻ സൂക്ഷിക്കുകയും ചെയ്യുമ്പോൾ അവനിക്ക് അതിൻ്റെ 2.5% സക്കാത്തിൻ്റെ ഇനത്തിൽ നിർബന്ധമാകും. 85 ഗ്രാം സ്വർണം എന്ന് പറയുമ്പോൾ അത് സക്കാത്ത് കൊടുക്കുന്നതിൻ്റെ തുടക്കത്തിലുള്ള കണക്കാണ്. എന്ന് പറഞ്ഞാൽ 85 ഗ്രാം മുതൽക്കാണ് സ്വർണത്തിൽ സക്കാത്ത് നിർബന്ധമാകാൻ തുടങ്ങുന്നത്. ഇനി അതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് എത്ര വർദ്ധിച്ചാലും 100 ഗ്രാമോ 1000 ഗ്രാമോ ഒക്കെ ആയാലും അതിൻ്റെ 2.5% സക്കാത്തിൻ്റെ ഇനത്തിൽ നൽകണം. 85 ഗ്രാം സ്വർണം എന്ന് പറയുമ്പോൾ സ്ത്രീകൾ ധരിക്കുന്ന ആഭരണം അതിൽ സക്കാത്തില്ല. ചിലപ്പോൾ അവർ ഉപയോഗിക്കും, ചിലപ്പോൾ എടുത്തു വെക്കും. അങ്ങനത്തെ ആഭരണങ്ങളിൽ സക്കാത്തില്ല എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. നേരെ മറിച്ച് ഒരാൾ സ്വർണം സൂക്ഷിക്കുന്നത് ആഭരണമാക്കിയിട്ടാണ് എങ്കിൽ അതിന് സക്കാത്ത് ഉണ്ടാവുകയും ചെയ്യും. സ്ത്രീകൾ ഉപയോഗിക്കുന്ന ആഭരണങ്ങൾ തന്നെ അത് പരിധി വിട്ടാൽ, പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഒരു സ്ത്രീ ധരിച്ച 2 പാദസാരം അത് ഏകദേശം 200 മിസ്കാൽ ഉണ്ട് എങ്കിൽ അതൊക്കെ പരിധി വിട്ട ഓവറായ ഗണത്തിലാണ് പെടുക. അങ്ങനെയൊക്കെ ആവുമ്പോൾ സക്കാത്ത് ഉണ്ടാവുകയും ചെയ്യും എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അത് അവരുടെ കുടുംബത്തിനും അവരുടെ തറവാടിനും അവരുടെ പ്രദേശത്തിനും ഉള്ള അളവിനേക്കാൾ കൂടുതലായി കഴിഞ്ഞാൽ അതിൽ സക്കാത്ത് വേണ്ടി വരും എന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ 85 ഗ്രാം സ്വർണം ഒരാളെ കൈവശമുണ്ടായി ഒരു വർഷം സൂക്ഷിക്കുകയും ചെയ്താൽ അതിൻ്റെ 2.5% അഥവാ 85 ഗ്രാമിൻ്റെ 2.5% എന്ന് പറയുമ്പോൾ അത് 2 ഗ്രാമും 125 മില്ലിഗ്രാമും ഉണ്ടാവും. അപ്പോൾ 100 ഗ്രാം ആണെങ്കിൽ 2 ഗ്രാം ഉണ്ടാകും, 100 പവനാണെങ്കിൽ 2.5 പവൻ ഉണ്ടാവും. അങ്ങനെ
ആ രൂപത്തിൽ അതിനിക്ക് സക്കാത്ത് നൽകണം. ഇനി വെള്ളി, ഒരാൾ കൈവശം 595 ഗ്രാം വെള്ളി ഉണ്ട് എങ്കിൽ അത് ഒരു വർഷം സൂക്ഷിച്ചാൽ അതിൻ്റെ 2.5% അവൻ സക്കാത്തിൻ്റെ ഇനത്തിൽ കൊടുക്കണം. 595 ഗ്രാം മുതൽക്കാണ് സക്കാത്ത് നിർബന്ധമാകുന്നതിൻ്റെ തുടക്കം. അവിടുന്ന് അങ്ങോട്ട് എത്ര ഗ്രാം വർദ്ധിച്ചാലും അതിൻ്റെ 2.5% അവൻ കൊടുക്കണം. 595 ഗ്രാമിൻ്റെ 2.5% എന്ന് പറയുമ്പോൾ അത് 14 ഗ്രാമും 875 മില്ലിഗ്രാമും ഉണ്ടാകും. അപ്പോൾ സ്വർണ്ണമാണെങ്കിലും വെള്ളിയാണെങ്കിലും അത് കൈവശം വന്നു എന്നതുകൊണ്ട് സക്കാത്ത് നിർബന്ധമാകുന്നില്ല. അതൊരു വർഷം സൂക്ഷിക്കുമ്പോഴാണ് അവനിക്ക് സക്കാത്ത് നിർബന്ധമാകുന്നത്. ഇനി കറൻസി, ഒരാളെ കൈവശം 595 ഗ്രാം വെള്ളിയോട് സമാനമായ അതിൻ്റെ മൂല്യമുള്ള പൈസയുണ്ട് എങ്കിൽ ഇപ്പോൾ അത് പറയുകയാണെങ്കിൽ ഏകദേശം 45,500 റുപ്യ ഉണ്ടാവും. അഥവാ 2024 ഏപ്രിൽ മാസം 595 ഗ്രാം വെള്ളിക്ക് ഏകദേശം ഈ സംഖ്യയാണ് കണക്കാക്കുന്നത്. ഇനി അതിൻ്റെ കൃത്യകണക്ക് അതുമായി ബന്ധപ്പെട്ട ആളുകളോട് ചോദിച്ച് നാം മനസ്സിലാക്കണം. കാരണം സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഒക്കെ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കളിച്ചുകൊണ്ടിരിക്കുമല്ലോ. അപ്പം അതുകൊണ്ട് ഒരു വർഷത്തിൻ്റെ ഇടയിൽ അതിൻ്റെ വില ഏറ്റവും വർദ്ധിച്ച വില, ആ വില അവൻ്റെ കൈവശം ഒരു വർഷം ഉണ്ടായിരുന്നു എങ്കിൽ, സൂക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ അതിനിക്ക് അവൻ സക്കാത്ത് നൽകണം. അപ്പോൾ 50,000 റുപ്യ ഉള്ള ആളാണെങ്കിൽ അവന് 1,250 50,000 രൂപ ഒരു വർഷം സൂക്ഷിച്ചാൽ അതിൽ നിന്ന് 1,250 രൂപ അവൻ സക്കാത്തിൻ്റെ ഇനത്തിൽ കൊടുക്കണം. അതൊരു ലക്ഷമാണെങ്കിൽ 2,500 റുപ്യ കൊടുക്കണം. 10 ലക്ഷമാണെങ്കിൽ 25,000 റുപ്യ കൊടുക്കണം. അങ്ങനെ എത്ര വർദ്ധിച്ചാലും അതിൻ്റെ 2% അവൻ സക്കാത്തിൻ്റെ ഇനത്തിൽ കൊടുക്കണം. പൈസ സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ അത് ബാങ്ക് സൂക്ഷിച്ചാലും കുറയിൽ സൂക്ഷിച്ചാലും ഏതെങ്കിലും ഫണ്ടിൽ സൂക്ഷിച്ചാലും ഈ മറ്റേത്തിൻ്റെ അടുക്കൽ സൂക്ഷിക്കാൻ കൊടുത്താലും ഇവൻ്റെ ഉടമസ്ഥതയിലുള്ള പൈസയാണ് എങ്കിൽ അതിനിക്കൊരു വർഷം തികഞ്ഞാൽ അതിൽ സക്കാത്തിൻ്റെ കണക്ക് ഉണ്ട് എങ്കിൽ, അഥവാ 595 ഗ്രാം വെള്ളിൻ്റെ പൈസ ഉണ്ട് എങ്കിൽ അതിനിക്ക് അവൻ സക്കാത്ത് കൊടുക്കണം. കുറിയിലൊക്കെ ചിലപ്പോൾ തുടക്കത്തിൽ സക്കാത്തിൻ്റെ കണക്കില്ല എങ്കിലും 1-4 മാസം അടക്കുമ്പോൾ അത് സക്കാത്തിൻ്റെ കണക്കായി കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ഒരു വർഷം തികയുമ്പോൾ അവൻ അതിനിക്ക് സക്കാത്ത് നൽകണം. ഇനി ഒരാൾ മറ്റൊരാൾക്ക് പൈസ കടം കൊടുത്തു, 1 ലക്ഷമോ 2 ലക്ഷമോ കടം കൊടുത്തു. എന്നാൽ ആ നൽകപ്പെട്ട വ്യക്തി അത് കൃത്യമായി തിരിച്ചു കൊടുക്കും എന്ന കണ്ടീഷനിലാണെങ്കിൽ, ഡേറ്റൊക്കെ വെച്ച് കൊടുത്തതാണ്, എന്നാൽ ആ കടം കൊടുത്ത വ്യക്തി അതിനിക്ക് സക്കാത്ത് കൊടുക്കണം. വാങ്ങിയ വ്യക്തി അത് ചെലവഴിച്ചിട്ടില്ല എങ്കിൽ അവനും അതിന് സക്കാത്ത് കൊടുക്കണം. ഇനി കൃത്യമായി കിട്ടുകയില്ല എന്ന് കണ്ടാൽ അവൻ എപ്പോഴാണോ നൽകുന്നത് ആ നൽകിയതിൻ്റെ ശേഷം കൊടുത്താൽ മതി. അപ്പോൾ 1, 2, 3 വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ വർഷങ്ങളുടേതടക്കം അവൻ സക്കാത്ത് നൽകണം. ഇനി കച്ചവടം, ഒരാളെ വക്കൽ 595 ഗ്രാം വെള്ളിക്ക് സമാനമായ കച്ചവട ചരക്ക് വർഷം തികയുമ്പോൾ ഉണ്ട് എങ്കിൽ, കച്ചവടത്തിൻ്റെ സക്കാത്ത് കണക്കാക്കൽ വർഷം തികയുമ്പോഴാണ്. അഥവാ അവൻ കച്ചവടം തുടങ്ങി ഒരു വർഷമായതിൻ്റെ ശേഷം അവൻ്റെ ഷോപ്പിലുള്ള വസ്തുക്കൾ കണക്കൂട്ടി നോക്കുമ്പോൾ അത് ഈ പറഞ്ഞ 595 ഗ്രാം വെള്ളിയുടെ പൈസക്കുണ്ട് എങ്കിൽ, നേരത്തെ പറഞ്ഞതുപോലെ 45,500 ഏകദേശ കണക്ക്, അതിന് തുല്യമായ ചരക്കുകളുണ്ട് എങ്കിൽ അതിനിക്ക് അവൻ സക്കാത്ത് കൊടുക്കണം. അതിൻ്റെ മുകളിൽ എത്രയാണെങ്കിലും അവിടെ കച്ചവടത്തിൽ നിന്ന് അവൻ എടുത്ത് ഉപയോഗിച്ചു പോയ സംഖ്യകൾ അതിനിക്ക് അവൻ സക്കാത്ത് കൊടുക്കണ്ട. ഉദാഹരണമായി കച്ചവടത്തിൽ നിന്ന് കിട്ടിയ ലാഭം, ആ ലാഭം കൊണ്ട് അവൻ വീട് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വാഹനം വാങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ പറമ്പ് വാങ്ങിയിട്ടുണ്ട്, മകളെ കെട്ടിച്ചിട്ടുണ്ട്, അതൊന്നും ഇപ്പോൾ ഇതിലേക്ക് കൂട്ടേണ്ടതില്ല. കൊല്ലം തികയുമ്പോൾ അവൻ്റെ കടയിലുള്ള വസ്തുക്കൾ കൂട്ടി നോക്കി അപ്പോൾ അതിലേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുന്ന പൈസയും കൂട്ടി നോക്കുമ്പോൾ അത് ഈ പറഞ്ഞ വെള്ളിയുടെ കണക്കുണ്ട് എങ്കിൽ, അഥവാ 595 ഗ്രാം വെള്ളിയുടെ കണക്കുണ്ട് എങ്കിൽ അതിനിക്ക് അവൻ സക്കാത്ത് കൊടുക്കണം. അതിൽ നിന്ന് എടുത്ത് ചെലവഴിച്ചത് അത് അവനക്ക് അനുഭവിച്ചു പോയി എന്നതല്ലാതെ അത് ഇതിലേക്ക് അവൻ കൂട്ടേണ്ടതില്ല. നേരെ മറിച്ച് ഇതിൽ നിന്ന് അവൻ ലാഭമായി പൈസ എടുത്ത് വെച്ചിട്ടുണ്ട് എങ്കിൽ
1 ലക്ഷമോ 2 ലക്ഷമോ അത് എടുത്തു വെച്ചിട്ടുണ്ട് എങ്കിൽ അത് കൊല്ലം തികയുമ്പോൾ അതിലേക്ക് അവൻ സക്കാത്ത് കൊടുക്കണം. അഥവാ സക്കാത്തിൻ്റെ കണക്കിലുള്ള നിലയിലുള്ള സംഖ്യ ഇതിൽ നിന്ന് ലാഭമായി അവൻ എടുത്തു വെച്ചിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ വർഷം തികയുമ്പോൾ അവൻ സക്കാത്ത് കൊടുക്കണം. ഇനി സ്വർണ്ണ കച്ചവടക്കാരനാണെങ്കിൽ അഥവാ ജ്വല്ലറിക്കാരനാണെങ്കിൽ അവൻ സക്കാത്ത് കൊടുക്കേണ്ടത് സ്വർണത്തിനല്ല, അവൻ കൊടുക്കേണ്ടത് ആ കച്ചവടത്തിൻ്റെ സക്കാത്താണ്. അഥവാ ഷോപ്പിലുള്ള ആഭരണങ്ങൾ അതിൻ്റെ പൈസ കൂട്ടി നോക്കിയിട്ട് സ്വർണത്തിൻ്റെ ഒരു വിലയും ആഭരണം ആക്കുമ്പോൾ അതിനൊരു വില പണിക്കൂലിയും കൂടി കൂടുമല്ലോ. അപ്പോൾ ആ സ്വർണ്ണാഭരണങ്ങളുടെ വില അവൻ മനസ്സിലാക്കിയിട്ട് അത് വില കെട്ടിയിട്ട് എത്രയാണോ ഉള്ളത് അതിന് അവൻ 2.5% സക്കാത്തിൻ്റെ ഇനത്തിൽ കൊടുക്കണം. കച്ചവടം എന്ന് പറയുമ്പോൾ ഏത് കച്ചവടമാണെങ്കിലും, അത് അരിക്കച്ചവടമാണെങ്കിലും എക്സൈസ് ആണെങ്കിലും ഈ നാക്കാലികൾ ഇറക്കിയിട്ട് കന്ന് കച്ചവടമാണെങ്കിലും ഇനി വീടുകൾ ഉണ്ടാക്കിയിട്ട് അത് ഓരോന്നിങ്ങനെ വിൽക്കുന്ന കച്ചവടമാണെങ്കിലും ഏത് കച്ചവടമാണെങ്കിലും അതിനൊക്കെ സക്കാത്ത് നിർബന്ധമാണ്. അതിൻ്റെയൊക്കെ വർഷം കണക്കാക്കൽ അവൻ സാധനങ്ങൾ വാങ്ങിയിട്ട് പിന്നെ കച്ചവടം എന്ന ഉദ്ദേശത്തിൽ മാറ്റിവെച്ചയിടം മുതൽക്ക് അത് വർഷം കണക്കൂട്ടാൻ തുടങ്ങും. അല്ലാതെ വിൽപ്പന തുടങ്ങിയത് മുതൽക്കല്ല കൂട്ടൽ. ചിലപ്പോൾ വാങ്ങി 1 മാസം കഴിഞ്ഞിട്ടായിരിക്കും വിൽപ്പന നടത്തൽ. ആ വിൽപ്പന നടത്തുന്ന സമയമല്ല പരിഗണിക്കേണ്ടത്. കച്ചവടത്തിന് വേണ്ടി അവൻ സാധനം എപ്പോഴാണോ വാങ്ങിയത് ആ ഉദ്ദേശത്തോടു കൂടി സാധനം വാങ്ങിയത് മുതൽക്ക് ആ കച്ചവടത്തിൻ്റെ വർഷം കണക്കാക്കുന്നതാണ്. ഈ വർഷം കണക്കാക്കുക എന്ന് പറയുമ്പോൾ അത് സ്വർണത്തിലാണെങ്കിലും വെള്ളിയിലാണെങ്കിലും കറൻസിയിലാണെങ്കിലും കച്ചവടത്തിലൊക്കെ ആണെങ്കിലും അതൊക്കെ അറബി വർഷം കൊണ്ടാണ്. അഥവാ മുഹറം സഫർ, ഇംഗ്ലീഷ് വർഷം ജനുവരി ഫെബ്രുവരി മാർച്ച് ആ കണക്കൂട്ടൽ കൊണ്ടല്ല ഇതിൻ്റെ വർഷം നമ്മൾ കണക്കാക്കേണ്ടത്. രണ്ടും കൂടി 10 ദിവസത്തിൻ്റെ മാറ്റമുണ്ടാകും. നമ്മൾ കണക്കാക്കേണ്ടത് ഹിജറ വർഷം കൊണ്ടാണ്. അങ്ങനെ മുഹറം മാസത്തിൽ കച്ചവടം തുടങ്ങി അടുത്ത മുഹറത്തിൽ എത്തുമ്പോൾ 1 വർഷമായി. അങ്ങനെയാകുമ്പോൾ ആ സമയത്ത് തന്നെ സക്കാത്ത് നിർബന്ധമാകും. അത് പിന്നെ റമളാനിലേക്ക് മാറ്റിവെക്കുക എന്ന ഒരു കാര്യമൊന്നുമില്ല. സക്കാത്ത് കൊടുക്കേണ്ടതൊക്കെ റമളാനിലാണ് എന്ന് കണക്കില്ല. അത് സ്വതക്കക്ക് പ്രത്യേകമായ മാസമാണ് റമളാൻ. മറ്റുള്ള മാസങ്ങളെക്കാൾ പ്രതിഫലം കിട്ടും സുന്നത്തായ സ്വതക്ക റമളാൻ മാസത്തിൽ ചെയ്യുമ്പോൾ. നേരെ മറിച്ച് ഇതിൻ്റെ അർത്ഥം സ്വതക്ക ചെയ്യുന്നവരൊക്കെ റമളാൻ മാസത്തിൽ ചെയ്യണം എന്നല്ല, റമളാൻ അല്ലാത്ത മാസത്തിൽ സ്വതക്ക ചെയ്യണം, റമളാൻ മാസത്തിൽ പ്രത്യേകമായി ചെയ്യണമെന്നാണ്. എല്ലാ സ്വതക്കയും കൂടി ചെയ്യൽ റമളാൻ മാസത്തിലേക്ക് മാറ്റി വെക്കണം എന്നല്ല ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. റമളാൻ മാസത്തിലാകുമ്പോൾ പ്രത്യേകമായി സ്വതക്ക വർദ്ധിപ്പിക്കണം എന്നാണ്. എന്നാൽ സക്കാത്തിന് റമളാനെ തിരഞ്ഞെടുക്കുക എന്നതില്ല. റമളാനിലാണ് വർഷം തികയുന്നത് എങ്കിൽ റമളാനിൽ കൊടുക്കണം. അതല്ല, അതിന് മുമ്പ് വർഷം തികഞ്ഞാൽ ആ തികയുന്ന സമയത്ത് കൊടുക്കണം. അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ മാറ്റിവെക്കൽ ഹറാമാണ്. വേണമെങ്കിൽ അവനിക്ക് 1 വർഷത്തത് മുണ്ടിച്ചു കൊടുക്കാം, അടുത്ത വർഷത്തേക്കുള്ള സക്കാത്ത് ഈ വർഷം തന്നെ കൊടുക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ സക്കാത്ത് നിർബന്ധമായി വരുന്ന സമയത്ത് കൊടുത്തവൻ കൊടുക്കാനും വാങ്ങിയവൻ വാങ്ങാനും അർഹതപ്പെട്ടുകൊണ്ട് ആയിരിക്കണം എന്ന ഷർത്തുണ്ട്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കൊല്ലം തികഞ്ഞപ്പോൾ വാങ്ങിയവൻ അവൻ ധനികനാവുകയോ കൊടുത്തവൻ ഫഖീറായി പോവുകയോ ചെയ്താൽ പിന്നെ അവിടെ സക്കാത്ത് നടക്കുകയില്ലല്ലോ. അപ്പം അങ്ങനെ ആകാതിരിക്കുന്നു എങ്കിൽ ഈ കൊടുത്തത് സക്കാത്തായിട്ട് പരിഗണിക്കുന്നതാണ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും സക്കാത്ത് സ്വർണം വെള്ളിയും തന്നെയാണ് നൽകേണ്ടത്. കച്ചവടത്തിൻ്റെ സക്കാത്ത് കച്ചവട സാധനങ്ങളല്ല, അതിൻ്റെ വില കൂട്ടിയിട്ട് പൈസയായിട്ടാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. കറൻസിൻ്റെത് പിന്നെ കറൻസി തന്നെ. അപ്പോൾ ആ കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഫിത്ർ സക്കാത്ത്. ഫിത്ർ സക്കാത്ത് ആർക്കാണ് നിർബന്ധമാകുന്നത്? അത് ശവ്വാൽ മാസപ്പിറവി ദീർഘമാകുമ്പോൾ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും നിർബന്ധമാണ്. ഇവിടെ കുട്ടികൾ വലിയവർ എന്നുള്ള കണക്കൊന്നുമില്ല. പെരുന്നാൾ മാസം കാണുമ്പോൾ അല്ലെങ്കിൽ റമളാൻ മാസം 30 പൂർത്തിയായാൽ ആ സന്ദർഭത്തിൽ അവനിക്കും അവൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവർക്കും പെരുന്നാൾ ദിവസത്തിൻ്റെ പകലിലും രാത്രിയിലും ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, കടം എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, അത് ഫിത്ർ സക്കാത്തിന് മാത്രമാണ് ബാധകമാകുന്നത്. സമ്പത്തിൻ്റെ സക്കാത്തിന് കടം ബാധകമല്ല. കടമുള്ളവരും ഈ പറഞ്ഞ സക്കാത്തിൻ്റെ കണക്കുണ്ടെങ്കിൽ അവൻ സമ്പത്തിൻ്റെ സക്കാത്ത് കൊടുക്കണം. ഫിത്ർ സക്കാത്തിന് കടം കഴിച്ചിട്ട് ബാക്കിയുണ്ടെങ്കിൽ കൊടുത്താൽ മതി. കടം എന്ന് പറയുമ്പോൾ
ഒരാൾക്ക് 1,00,000 റുപ്യ കടമുണ്ട്, മോന് വീടും പരിസരവും കഴിഞ്ഞിട്ട് 25-50 സെൻറ്റ് ഉണ്ട് എങ്കിൽ, സ്ഥലമുണ്ട് എങ്കിൽ, അതിനൊരു സെൻറ്റ് വിറ്റാലേ കടം വീടുമല്ലോ. അപ്പം അതുകൊണ്ട് അവനെ സംബന്ധിച്ച് കടമുള്ളവൻ എന്ന് പറയാൻ പറ്റുകയില്ല. കാരണം അത് വീട്ടാനുള്ള സമ്പത്ത് അവൻ്റെ അടുക്കലുണ്ട്. അപ്പം കടം കഴിച്ച് ഇത് കഴിച്ചിട്ട് സക്കാത്ത് കൊടുക്കാൻ ആവശ്യമായ സമ്പത്തുണ്ട് എങ്കിൽ അവർക്കൊക്കെ ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ്. ശവ്വാൽ മാസപ്പിറവി ദൃശ്യമാകുമ്പോൾ ഉണ്ടാവുകയും പിന്നീട് മരിക്കുകയും ചെയ്താൽ അവർക്കും ഫിത്ർ സക്കാത്ത് കൊടുക്കണം. നേരെ മറിച്ച് മാസം കാണുന്നതിൻ്റെ മുമ്പാണ് മരിച്ചത് എങ്കിൽ അവർക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. ഫിത്ർ സക്കാത്ത് എത്രയാണ് കൊടുക്കേണ്ടത്? ഓരോ മെമ്പർമാർക്കും 1 സ്വാഗ് അരി വീതം കൊടുക്കണം. 1 സ്വാഗ് അരി എന്ന് പറയുമ്പോൾ 3,200 ലിറ്റർ. അത് തൂക്കം കൊണ്ട് കണക്കാക്കുമ്പോൾ ചിലപ്പോൾ 2,800 അതുപോലെ 3 കിലോനും ഒക്കെ ഉണ്ടാവും. അത് അരിൻ്റെ വ്യത്യാസം അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അതുകൊണ്ട് അത് നാം അളവ് കൊണ്ട് കൊടുത്താൽ, അഥവാ 4 മുദ്ദാണ് ഒരു സ്വാഗ് എന്ന് പറയുന്നത്. ഇന്ന് മുദ്ദിൻ്റെ പാത്രം ധാരാളമായി കിട്ടാനുണ്ട്. ഒരാൾക്ക് വേണ്ടി 4 മുദ്ദ് കൊടുത്താൽ അത് വീടും. അത് 3,200 ലിറ്ററാണ്. ഇത് കൊടുക്കുമ്പോൾ പെരുന്നാപ്പള്ളിയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് കൊടുക്കലാണ് സുന്നത്ത്. പെരുന്നാപ്പള്ളിയെ തൊട്ട് ബന്ധിപ്പിക്കൽ കറാഹത്താണ്. പെരുന്നാൾ ദിവസത്തെ തൊട്ട് ബന്ധിപ്പിക്കൽ ഹറാമുമാണ്. ഈ സക്കാത്ത് നിർബന്ധമായ അവകാശികൾ അവൻ്റെ മഹല്ലത്തിലുള്ളവരാണെങ്കിൽ അവർ വൈകുന്നേരം വരുള്ളൂ എന്ന് വെച്ചാൽ അതുവരെ ബന്ധിക്കുന്നത് കൊണ്ട് വിരോധമില്ല എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഇത്ര സക്കാത്താണെങ്കിലും അതുപോലെ സമ്പത്തിൻ്റെ സക്കാത്താണെങ്കിലും അതൊക്കെ നൽകേണ്ടത് അതാത് മഹല്ലത്തിലാണ്. ആ മഹല്ലിലുള്ള അവകാശികൾക്കാണ് ഈ സക്കാത്തൊക്കെ നൽകേണ്ടത്. ഇനി സക്കാത്ത് നൽകുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ആർക്കാണ് ഇത് നൽകേണ്ടത്? അത് സക്കാത്തിൻ്റെ അവകാശികൾക്കാണ് നൽകേണ്ടത്. ആരാണ് സക്കാത്തിൻ്റെ അവകാശികൾ? ശുദ്ധമായ ഖുർആൻ വ്യക്തമായി പറയുന്നുണ്ട്. അത് ആരാണ്? ഫക്കീറന്മാർ, മിസ്കീന്മാർ, സക്കാത്തിൻ്റെ ജോലിക്കാർ, അതുപോലെ പൊതുവിശ്വാസികൾ, അതുപോലെ മോചന പത്രം എഴുതപ്പെട്ട അടിമകൾ, അതുപോലെ കടക്കാർ, യാത്രക്കാർ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരുക്കി നിർത്തിയ സൈന്യം, ഇവർക്കാണ് ഈ സക്കാത്ത് നൽകേണ്ടത്. ഇതിൽ നമുക്കിന്ന് എത്തിപ്പെടാൻ കഴിയുക 5 വിഭാഗത്തെയാണ് സർവ്വസാധാരണയായിട്ട്. അഥവാ ഫക്കീറന്മാരെ കിട്ടും, മിസ്കീന്മാരെ കിട്ടും, പൊതുവിശ്വാസികളെ കിട്ടും, കടക്കാരെ കിട്ടും, യാത്രക്കാരെ കിട്ടും. ഇവർക്ക് ആണ് നാം സക്കാത്ത് നൽകേണ്ടത്. എത്രയാൾക്ക് നൽകണം? ഇവൻ്റെ സമ്പത്ത് ഇതിൽപ്പെട്ട എല്ലാ മെമ്പർമാർക്കും നൽകാൻ ഉണ്ട് എങ്കിൽ എല്ലാവർക്കും നൽകണം. വലിയ സമ്പന്നനാണെങ്കിൽ അവനക്ക് ധാരാളം പിന്നെ പൈസ കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ സമ്പത്ത് കൊടുക്കാനുണ്ട് എങ്കിൽ എല്ലാവർക്കും തികയുമല്ലോ. അങ്ങനെ എല്ലാവർക്കും തികയുന്ന കണ്ടീഷനാണെങ്കിൽ എല്ലാവർക്കും നൽകണം. എല്ലാവർക്കും തികയുകയില്ല എങ്കിൽ ഓരോ വിഭാഗത്തിൽപ്പെട്ട 3 പേർക്കെങ്കിലും നൽകണം. ഓരോ വിഭാഗത്തിനും മാറ്റിവെക്കുന്നത് തുല്യമായിരിക്കണം. ഓരോ വിഭാഗത്തിൽപ്പെട്ട വ്യക്തികൾക്ക് കൊടുക്കുന്നതിൽ വ്യത്യാസമാകുന്നതുകൊണ്ട് വിരോധമില്ല. ഉദാഹരണമായി ഫക്കീർ വിഭാഗത്തിനേക്ക്, മിസ്കീൻ വിഭാഗത്തിന്, അതുപോലെ കടക്കാർക്ക്, അവർക്കൊക്കെ മാറ്റി വെക്കുന്നത് 10,000. ഇനി അതിൽ നിന്ന് ഓരോ ഫക്കീറിന് കൊടുക്കുമ്പോൾ, ചില അത്യാവശ്യക്കാർക്ക് കൊടുക്കുമ്പോൾ അതിൽ വ്യത്യാസം കാണിക്കുന്നത് കൊണ്ട് വിരോധമില്ല. മിസ്കീൻ നമ്മൾ പറയുമ്പോൾ ഈ വിച്ചെടുത്ത് നടക്കുന്നവരാണ് മിസ്കീൻ എന്ന് മനസ്സിലാക്കരുത്. ഒരാൾക്ക് അവൻ്റെ അത്യാവശ്യത്തിന് പൈസ ഇല്ല എങ്കിൽ അവന് മിസ്കീനാണ്. ഉദാഹരണമായി ഒരാൾക്ക് വീടിന് ആവശ്യമുണ്ട്, അവൻ്റെ അടുത്ത് പൈസ ഇല്ല, അവൻ ആ വിഷയത്തിൽ മിസ്കീനാണ്. ഒരാൾക്ക് വാഹനത്തിന് ആവശ്യമുണ്ട്, അവനക്ക് വാങ്ങാൻ കഴിവില്ല, അവൻ മിസ്കീനാണ്. അതുപോലെ അവൻ്റെ മറ്റ് ചിലവുകൾക്ക് അവർക്ക് കഴിവില്ല എങ്കിൽ അവൻ മിസ്കീനാണ്. അതുകൊണ്ട് അവരൊക്കെ മനസ്സിലാക്കി നമ്മൾ കൊടുക്കണം. അതുപോലെ കടക്കാർ, സ്വന്തം ആവശ്യത്തിന് കടം വാങ്ങിയവർ, അല്ലെങ്കിൽ യാത്രക്ക് വേണ്ടി കടം വാങ്ങിയവർ, അല്ലെങ്കിൽ മറ്റുള്ളവരെ നന്നാക്കാൻ വേണ്ടി കടം വാങ്ങിയവർ, അല്ലെങ്കിൽ ദീനിയായ പൊതു നന്മകൾക്ക് വേണ്ടി കടം വാങ്ങിയവർ, അവർക്കൊക്കെ ആ കടം വീട്ടാനുള്ള സക്കാത്ത് നമുക്ക് നൽകാം. ഒരു സ്ഥാപനം നടത്തുന്ന ആൾ, അദ്ദേഹത്തിന് അതിനു വേണ്ടി കടം വാങ്ങിയിട്ട് സ്ഥാപനം നടത്താനോ അതിൻ്റെ നിർമ്മാണത്തിനൊക്കെ കടം വാങ്ങിയിട്ട് കടം കുടുങ്ങിയിരിക്കുന്നെങ്കിൽ അത് വീട്ടാൻ അയാൾക്ക് കടം കൊടുക്കാം. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം സ്ഥാപനം ഉണ്ടാക്കാനും പത്രം നടത്താനും ഹോസ്പിറ്റൽ നടത്താനും അതുപോലെ ഓഫീസ് ഉണ്ടാക്കാനും സക്കാത്തിൻ്റെ പൈസ മാറ്റി വെക്കാം എന്നല്ല. സക്കാത്ത് കമ്മിറ്റി ഉണ്ടാക്കി ചില ആളുകൾ ആ സക്കാത്ത്
പിരിച്ച് അതിനൊക്കെ ചിലവഴിക്കാറുണ്ട്. അത്തരക്കാരുടെ കയ്യിൽ സക്കാത്ത് ഏൽപ്പിക്കരുത്. ഈ പറഞ്ഞത് സ്ഥാപനം നടത്തുമ്പോൾ കടം കുടുങ്ങിയിരിക്കുന്നുവെങ്കിൽ ആ കടം വീട്ടാൻ ആവശ്യമായത് അതിൻ്റെ മേധാവിക്ക് അല്ലെങ്കിൽ അതിൻ്റെ നടത്തിപ്പുകാരന് നൽകാമെന്നാണ്. യാത്രക്കാരെന്ന് പറയുമ്പോൾ സക്കാത്തിൻ്റെ മഹലിലേക്ക് ഇങ്ങോട്ട് വന്ന യാത്രക്കാർ അല്ലെങ്കിൽ അതിലൂടെ യാത്ര പോകുന്ന ആളുകൾ അവർക്കൊക്കെ സക്കാത്ത് നൽകാം. യാത്ര എന്ന് പറയുമ്പോൾ ഹജ്ജോ ഉംറയോ അല്ലെങ്കിൽ മറ്റ് ഹലാലായ ഏത് യാത്രയും അതൊക്കെ ഉദ്ദേശിച്ച് പോകുന്ന ആളുകൾ അവർക്കൊക്കെ സക്കാത്ത് നൽകാം. ഇനി ഒരു നാട്ടിൽ അവർ ആ നാട്ടിൽ താമസിക്കുന്നവരാണ്, അവിടുത്തെ മുഖീമീങ്ങളാണ്, അത്തരക്കാർക്കും സക്കാത്ത് നൽകാം. ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട്, പള്ളിയിലും മദ്രസയിലൊക്കെ ജോലി ചെയ്യുന്ന ഉസ്താദുമാർ അവർ അവിടുത്തുകാരല്ലല്ലോ, അവർ ഇവിടെ നാട് വേറെയാണല്ലോ, അവർക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ ഇത് ആരെങ്കിലും ഒരാൾ പറയണ്ടേന്ന് എഴുതിയിട്ട് ഞാൻ പറയുകയാണ്, അവരവിടുത്തെ മുഖീമീങ്ങളാണ്, അതുകൊണ്ട് അവർക്ക് സക്കാത്ത് നൽകാം. ആ നാട്ടിൽ താമസിക്കുന്നവരാണ്, അവരുടെ നാട് വേറെയാണെങ്കിലും ആ നാട്ടിലെ മുഖീമീങ്ങളാണ്, അവർക്ക് സക്കാത്ത് കൊടുക്കാം. ഇനി ഒരാളുടെ ഫിത്ർ സക്കാത്ത് അത് ധാരാളം ഉണ്ട് എങ്കിൽ അത് ഈ പറഞ്ഞ വിഭാഗത്തിനൊക്കെ നൽകണം. അഥവാ വലിയ ഫാമിലി ആണെങ്കിൽ കുറേ ആളുകൾ കൊടുക്കാണ്ടാവുമല്ലോ, ഇല്ല, ചെറിയ ഫാമിലിയാണ്, 1-2 ആളുള്ളൂമെങ്കിൽ അവരുടെ ഫിത്ർ സക്കാത്ത് 3 മിസ്കീന് അല്ലെങ്കിൽ 3 ഫഖീറിന് അല്ലെങ്കിൽ 3 കടക്കാർക്ക് ആ നിലക്ക് നൽകണം. ഒരു ആളുടെ ഫിത്ർ സക്കാത്തൊക്കെ ആണെങ്കിൽ അത് ഒരു ഫക്കീറിനോ ഒരു മിസ്കീനോ നൽകിയാലും മതി എന്ന് പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. എന്നാൽ ഒരു 3 ആക്കെങ്കിലും കൊടുക്കലാണ് നല്ലത്. കാരണം ഈ ദാനം അതെല്ലാവർക്കും കിട്ടട്ടെ എന്നതാണ് ഇസ്ലാം അതിൽ ഉദ്ദേശിക്കുന്ന കാഴ്ചപ്പാട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി സക്കാത്തിൻ്റെ അവകാശികളെ കണ്ടെത്തി അത് നമ്മൾ അവർക്ക് നൽകുമ്പോഴാണ് നമ്മുടെ സക്കാത്ത് വിടുക. ചില ആളുകളുണ്ട് ഇങ്ങോട്ട് തന്നവർക്ക് അങ്ങോട്ട് കൊടുക്കുക, അങ്ങനെ കണക്കൊന്നുമില്ല. നമ്മൾ വാങ്ങാൻ അർഹരാണെങ്കിൽ നമുക്ക് വാങ്ങാം, നമ്മൾ പിന്നെ കൊടുക്കുന്ന ആൾ വാങ്ങാൻ അർഹരാണെങ്കിൽ അയാൾക്ക് കൊടുക്കണം എന്നല്ലാതെ ഇങ്ങോട്ട് തന്നവർക്ക് അങ്ങോട്ട് കൊടുക്കുക എന്നുള്ള ആ ഒരു നോട്ടത്തിലൊന്നുമല്ല. അല്ലെങ്കിൽ നമ്മളെ കച്ചവടത്തിൽ നിന്ന് സാധനം വാങ്ങുന്ന, നമ്മളെ ഷോപ്പിൽ നിന്ന് സാധനം വാങ്ങുന്ന ആളുകളെ തിരഞ്ഞു പിടിച്ചു കൊടുക്കുക, അങ്ങനെ ഇതൊന്നും നമ്മൾ ഒരു ഔദാര്യമായി നൽകുന്നതല്ല. ഇത് നമ്മൾ അവർക്ക് നൽകേണ്ട അവകാശമാണ്. നൽകിയില്ല എങ്കിൽ നമ്മളെ സമ്പത്തിൽ അവർക്ക് കൂടി അവകാശപ്പെടുകയാണ്. പണ്ഡിതന്മാർ അത്രത്തോളം പറയുന്നുണ്ട്, നമ്മൾ മുതലിൻ്റെ സക്കാത്ത് നൽകിയില്ല എങ്കിൽ, പൈസൻ്റെ സക്കാത്ത് നൽകിയില്ല എങ്കിൽ ആ പൈസയിൽ ആ സമ്പത്തിൽ ഈ പറഞ്ഞ ഫഖീറന്മാരും മിസ്കീന്മാരും സക്കാത്തിൻ്റെ അവകാശികൾ കൂടുകാരാകാണ്. അപ്പം നമ്മളെ മുതൽ പിന്നെ അവർക്ക് അർഹതപ്പെട്ട മുതലും കൂടി കലർന്നിട്ട് ഹറാമും ഹലാലും കൂടി കലർന്ന രൂപത്തിലായി പോകും. അതുകൊണ്ട് സക്കാത്ത് നമ്മൾ കൃത്യമായി കൊടുക്കണം. അത് നമ്മളൊരു ഔദാര്യമായിട്ട് ഒരിക്കലും മനസ്സിലാക്കരുത്. പക്ഷേ സക്കാത്ത് നൽകിയാൽ ആ കിട്ടിയ വ്യക്തി ആ നൽകിയ വ്യക്തിക്ക് വേണ്ടി മുതലിൽ ബർക്കത്തുണ്ടാകാനും സമ്പത്തിൽ ബർക്കത്തുണ്ടാകുവാനും ജീവിതത്തിൽ ബർക്കത്തുണ്ടാകാനൊക്കെ ദുആ ചെയ്യൽ പ്രത്യേകമായി സുന്നത്താണ്. അപ്പോൾ അതുകൊണ്ട് സക്കാത്തിൻ്റെ കാര്യമാണെങ്കിലും മറ്റ് ഏത് വിഷയമാണെങ്കിലും അതൊക്കെ അതിൻ്റെതായ രൂപത്തിൽ മനസ്സിലാക്കി അതിൻ്റെ കൃത്യത്തിലും അതിൻ്റെതായ നിബന്ധന പ്രകാരം നമ്മൾ നൽകുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ബാധ്യത തീരുക. ഇനി പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടത്, മുതലിൻ്റെ സക്കാത്താണെങ്കിലും ഫിത്ർ സക്കാത്താണെങ്കിലും നിയ്യത്തോടു കൂടി നൽകുമ്പോഴാണ് അത് സഹിയാവുക. മുതലിൻ്റെ സക്കാത്താണെങ്കിൽ ഹാദാ സക്കാത്തു മാലി, ഇതെൻ്റെ മുതലിൻ്റെ സക്കാത്താണ്, ഇതെൻ്റെ കറൻസിൻ്റെ സക്കാത്താണ്, ഇതെൻ്റെ സ്വർണത്തിൻ്റെ സക്കാത്താണ്, എൻ്റെ വെള്ളിയുടെ സക്കാത്താണ് എന്ന നിലക്ക് നിയ്യത്ത് വെച്ചുകൊണ്ട് നാം നൽകണം. അത് മൊത്തത്തിൽ മാറ്റി വെക്കുമ്പോൾ നിയ്യത്ത് വെച്ചാൽ മതി. ഓരോ വ്യക്തിക്കും കൊടുക്കുമ്പോൾ നിയ്യത്ത് വെക്കേണ്ട കാര്യമില്ല. ഫിത്ർ സക്കാത്താകുമ്പോൾ ഇതെൻ്റെയും ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും ഫിത്ർ സക്കാത്താണ് എന്ന് ഫിത്ർ സക്കാത്തിന് ആവശ്യമായ അളവ് നാം ധാന്യത്തിൽ നിന്ന് മാറ്റി വെക്കുമ്പോൾ അപ്പോൾ നിയ്യത്ത് ചെയ്താൽ മതി. ഓരോ വ്യക്തിക്കും നൽകുന്ന സമയത്ത് നിയ്യത്ത് വെക്കേണ്ടതില്ല. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ നമ്മുടെ അരിയിൽ നിന്ന് അല്ലെങ്കിൽ ഗോതമ്പിൽ നിന്ന് സക്കാത്തിൻ്റെ അളവ് അങ്ങോട്ട് മാറ്റി വെക്കുമ്പോൾ, നമ്മുടെ നാട്ടിൽ മികച്ച ഭക്ഷണം സാധാരണ ഉപയോഗിക്കുന്നത് അരി ആയതുകൊണ്ട് നമ്മൾ അരിയാണ് നൽകേണ്ടത്. അപ്പോൾ ആ അരി അങ്ങോട്ട് മാറ്റി വെക്കുമ്പോൾ ഇത് എൻ്റെയും ചെലവ് കൊടുക്കുന്ന നിർബന്ധമായവരുടെയും ഫിത്ർ സക്കാത്താണ് എന്ന് നിയ്യത്ത് വെച്ചാൽ മതി. പിന്നീട് അതിൽ നിന്ന് അങ്ങോട്ട് വിഹിതമനുസരിച്ച് ആളുകൾക്ക് നൽകാം. അപ്പോൾ ആ നിയ്യത്തിൻ്റെ കാര്യം ഞാൻ പ്രത്യേകമായി
ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാക്കി അള്ളാഹു പൊരുത്തപ്പെടുന്ന രൂപത്തിൽ ദീനിയായ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമ്പത്തിലൊക്കെ അള്ളാഹു ഖൈറും ബർക്കത്തും റാഹത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈറിൽ ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ. സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആമീൻ.